ടോയ്ലറ്റും ഫെസിലിറ്റീസൊക്കെ കൊള്ളാം. ആൻഡ് ഇങ്ങനെ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് അവരെല്ലാം പറഞ്ഞു തരും. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, എല്ലാം പറഞ്ഞൊക്കെ തന്നു. ഫ്ലൈറ്റിൽ തന്നെ എക്കോണമി ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടി വലിയൊരു അനുഭവമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥന, ഇപ്പോഴുള്ള ട്രാൻസ്പോർട്ട് മന്ത്രിയും പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ നൂതന പുതിയ ഐഡിയകൾ കൊണ്ടുവരണം, കൂടുതൽ യാത്രക്കാരെ അട്രാക്റ്റ് ചെയ്യണം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അതേ സമാന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ബോർഡിലിരിക്കുന്ന ക്രൂ ആരാണെന്ന് വെച്ചാൽ അവരൊന്ന് അസിസ്റ്റൻ്റ് വരുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? ടോയ്ലറ്റും വാഷ്റൂമും ഉള്ളൊരു വേൾഡ് ക്ലാസ് KSRTC ബസ്. ബസ്സിനുള്ളിൽ ചൂട് ചായയും കോഫിയും ലഘുഭക്ഷണവും കൂൾ ഡ്രിങ്ക്സും ഉൾപ്പെടെ സെർവ് ചെയ്യുന്ന പാൻട്രി സൗകര്യം. ഓരോ സീറ്റിന് ഫ്രണ്ടിലും ഇൻഡിവിജ്വൽ TV സ്ക്രീൻ. കേരളത്തിൻ്റെ സ്വന്തം KSRTCയുടെ ഏറ്റവും പുതിയ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോഴുള്ളത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴ KSRTC ഡിപ്പോയുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് ആലപ്പുഴ വരെയുള്ള ഫുൾ യാത്രയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ബസ് സർവീസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ഡിപ്പോയ്ക്കാണ് ചരിത്രത്തിൽ ഇടം നേടിയ KSRTCയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ് ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ ബാംഗ്ലൂർ റൂട്ടിലാണ് പുതിയ ബസ് സർവീസ് നടത്തുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് യാത്ര ചെയ്യണോ അതോ തിരികെ വേണോ എന്ന് ഞാൻ തുടക്കത്തിൽ ആലോചിച്ചിരുന്നു. എന്നാൽ ബാംഗ്ലൂരിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ആലപ്പുഴ എന്ന LED ബോർഡ് വെച്ച് ആലപ്പുഴക്കാരുടെ കൊമ്പൻ നിൽക്കുന്നത് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അതല്ലേ അതിൻ്റെ ഒരു സ്റ്റൈൽ ഫ്രണ്ട്സ്. ഒരു ആലപ്പുഴക്കാരനെന്ന നിലയിൽ എനിക്കും അഭിമാനമുള്ള നിമിഷമായിരുന്നു അത്. വോൾവോയുടെ ഈ BS6 9600 BATR ബൈആക്സിൽ AC സെമി സ്ലീപ്പർ ബസ്സിൽ കണ്ടക്ടർ സീറ്റ് ഉൾപ്പെടെ ആകെ 36 പുഷ് ബാക്ക് സീറ്റുകളാണ് ഉള്ളത്. ഓരോ സീറ്റിലും ചാർജിംഗ് പോർട്ടും സീറ്റ് ബെൽറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ എല്ലാ സീറ്റിലും കാഫ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ബസ്സിനുള്ളിൽ ഇരുവശങ്ങളിലുമായി ലഗേജ് റാക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സീറ്റിൻ്റെ ഫ്രണ്ടിലും ഇൻഡിവിജ്വൽ TV സ്ക്രീനുണ്ട്. അതിൽ നമുക്ക് മൂവീസും യൂട്യൂബും ലൈവ് ന്യൂസും ഉൾപ്പെടെ കാണാൻ കഴിയും. ക്രൂവിനോട് പറഞ്ഞാൽ അവർ അത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. മുൻവശത്തെ TV സ്ക്രീനിലെ കാഴ്ചകൾ കേൾക്കാനായി ഓരോ സീറ്റിലും ഹെഡ്സെറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബസ്സിനുള്ളിൽ ഫ്രീ വൈഫൈ സൗകര്യവും ലഭ്യമാണ്. ഈ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻബിൽറ്റ് ബയോ ടോയ്ലറ്റും വാഷ്റൂമുമാണ്. യൂറോപ്യൻ മോഡൽ ടോയ്ലറ്റിൽ യൂറിനൽ മാത്രമാണ് അലോ ചെയ്യുന്നത്. ടോയ്ലറ്റിനുള്ളിൽ തന്നെ വാഷ്റൂമും ഹാൻഡ് വാഷും ടിഷ്യൂ പേപ്പറും വേസ്റ്റ് ബിന്നും നൽകിയിട്ടുണ്ട്. ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബസ്സിലെ പാൻട്രി ഫെസിലിറ്റിയാണ്. ചൂട് ചായയും കോഫിയും കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഉൾപ്പെടെ ബസ്സിലെ പാൻട്രിയിൽ നിന്ന് യാത്രക്കാർക്ക് വാങ്ങാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വന്ദേ ഭാരതിനെയും ഫ്ലൈറ്റിനെയും കടത്തിവെട്ടുന്നൊരു KSRTC ബസ്. ടോട്ടൽ നമുക്ക് 36 സീറ്റാണ് വരുന്നത്. അതിൽ ഒരെണ്ണം റിസർവേഷൻ ക്യാൻസലാണ്, അത് കണ്ടക്ടർ സീറ്റ് വരുന്നത്. ബാക്കി 35 സീറ്റ് നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റും. ഇതിൽ പുഷ് ബാക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ തൈ സപ്പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഓരോ സീറ്റിനും സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്ക് ടോയ്ലറ്റ് വരുന്നത് ഇത് യൂറിനുള്ളിലാണ്. ഇതാണ് നമ്മൾ യൂറിനൽ വരുന്നത്. ഇതിൽ ഓട്ടോ ഫ്ലഷ് സംവിധാനമുണ്ട്. നമുക്ക് മാനുവലി ഫ്ലഷ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ബ്ലാക്ക് സ്വിച്ച് ഉണ്ട്. അകത്ത് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു SOS ബട്ടൺ ഉണ്ട്. ഇതിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയാൻ പറ്റും. ക്രൂ അസിസ്റ്റന്റ് വരും. പിന്നെയുള്ള ഇതിനകത്താണ് നമ്മുടെ വേസ്റ്റ് ഇടുന്നത്, ടിഷ്യൂ പേപ്പർ കാര്യങ്ങളൊക്കെ ഇടുന്നത് അതിനകത്താണ് ഇടുന്നത്. ഇതാണ് നമുക്ക് വരുന്ന പാൻട്രി മെഷീൻ. നമുക്ക് ഇവിടെ വെള്ളം ഹീറ്റ് ആക്കാനുള്ളതും പിന്നെ നമുക്ക് തിളപ്പിക്കാനുള്ള ഐറ്റങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനും സ്റ്റോറേജ് സ്പേസ് പോലത്തെ
സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളം സെപ്പറേറ്റ് ഹീറ്ററുണ്ട്. അതിനകത്ത് വെള്ളം നൽകി ചായ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ കെറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യും. പിന്നെ ഇതിനകത്ത് റെഫ്രിജറേറ്റർ ഉണ്ട്, ഒരു മിനി റെഫ്രിജറേറ്റർ. ഒരു ആവശ്യമുള്ള കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ഫുള്ള് തണുത്ത് നല്ല രീതിയിൽ തണുത്ത് കിട്ടും. ഈ കപ്പിലാണ് നിലവിൽ ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാനും പറ്റുന്ന ടൈപ്പാണ്, വേഫർ ടൈപ്പും ആ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് 2 മോഡാണ് വരുന്നത്. ഈ കേസ് 661 എന്ന് പറയുന്നത് നെറ്റാണ്. അതായത് നമുക്ക് നെറ്റ് ബ്രൗസർ, അതായത് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളത്. ഇൻ്റർനെറ്റിൽ പോയിട്ട് നമുക്ക് യൂട്യൂബ് കാര്യങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഇത് കാണും, ഡിലേ കാണും. അതുപോലെ നമുക്ക് യൂട്യൂബ് ആക്സസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ എന്തായാലും നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻബിൽറ്റ് മൂവീസാണ് ഇത്. നമുക്ക് കുറച്ച് മൂവീസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോങ്സ് ഉണ്ട്, ആവേശം കുറച്ച് മൂവീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സിനിമ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. കുറച്ച് ഇൻബിൽറ്റ് സിനിമകളുണ്ട്, അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതിന് നെറ്റ് വേണ്ട, ഓൾറെഡി മറ്റേ വൈഫൈ കണക്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് സോങ്സ് ഉണ്ട് ഇതിനകത്ത്, മലയാളം പഴയ സോങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സോങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് വേണ്ടാത്തവർക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇത് കേട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാനാണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് യാത്ര ചെയ്തിട്ട് അവരുടെ അനുഭവം നമുക്ക് ഫീഡ്ബാക്ക് രേഖപ്പെടുത്താൻ പറ്റും. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനായിട്ട് നമുക്ക് എഴുതിയിട്ട് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന മാനുവൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ പോലത്തെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് ഇവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ളത്, ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെയാണ് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. USB ഉണ്ട്, C ടൈപ്പും വരുന്നത്, 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അതേ സമാന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ബോർഡിലിരിക്കുന്ന ക്രൂ ആരാണെന്ന് വെച്ചാൽ അവരൊന്ന് അസിസ്റ്റൻ്റ് വരുന്നതായിരിക്കും. എന്താണ് ആവശ്യം എന്നുള്ളത്, എന്തിനാണ് വെള്ളത്തിനാണോ അതോ വാഷ്റൂമിൽ പോകാനുള്ള എന്താവശ്യമാണെങ്കിലും ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് അസിസ്റ്റ് ചെയ്യും. അതിനുള്ള സ്വിച്ചാണിത്. പിന്നെ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഓരോ സീറ്റിൽ നമുക്ക് ആവശ്യമുള്ള റീഡിംഗ് ലൈറ്റ് ഇട്ടിടാൻ പറ്റും. ഇത് എല്ലാ സീറ്റിലും TV ഉണ്ട്, ഓൾറെഡി TVs ഉണ്ട്. അല്ലാതെ നമുക്ക് സിനിമ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് കാണാനൊക്കെ ആണെങ്കിൽ TV വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും വരുന്നുണ്ട്, ഫ്രണ്ടിലും വരുന്നുണ്ട്. 2 TV ആണ് വരുന്നത്. എല്ലാ സീറ്റിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇതിൽ പ്രൈവസി ആയിട്ട് സൗണ്ട് കേട്ട് യാത്ര ചെയ്യാൻ പറ്റും. വണ്ടിക്കകത്ത് സ്മോക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും ഫയറിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസ് ഉണ്ട്, ഇവിടെയുണ്ട്. ഫ്രണ്ടിൽ 1, 2, 3, 4 ഡിവൈസുകളുണ്ട്. അത് ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമുക്ക് താഴെ നൈട്രജൻ പ്രഷറും വാട്ടറും ഉണ്ട്. അത് മിക്സായിട്ട് ഹൈ പ്രഷറിൽ ഇതിനകത്ത് വരും. അങ്ങനെ ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെ പ്ലാറ്റ്ഫോം നമ്പർ 6 നിന്ന് രാത്രി 8 മണിക്ക് KSRTCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ് ആലപ്പുഴയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ശരത് ബ്രോയും രഞ്ജിത്ത് ബ്രോയുമാണ് ഇന്നത്തെ നമ്മുടെ സാരഥികൾ. ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂർ, സേലം, കോയമ്പത്തൂർ, പാലക്കാട്, ചന്ദ്രനഗർ, മണ്ണുത്തി ബൈപ്പാസ്, വൈറ്റില ഹബ്ബ് വഴിയാണ് ഈ ബസ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ആകെ 598 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ ചരിത്ര നിമിഷത്തിൽ എടുത്തു പറയേണ്ട 2 പേരുകളുണ്ട്. മുൻ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിൻ്റെയും ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാലിൻ്റെയും നാമങ്ങൾ. AC ബസ്സിലെ പുഷ് ബാക്ക് സീറ്റിൽ ചാരിയിരുന്നുകൊണ്ട് ഫ്രണ്ടിലെ ഇൻഡിവിജ്വൽ TV സ്ക്രീനിൽ സിനിമയും കണ്ട് കിടക്കുമ്പോൾ കുടിക്കാനൊരു കിടിലൻ കോഫി. KSRTCയിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു വലിയ സ്വപ്നമെന്ന് യാഥാർത്ഥ്യമായപ്പോൾ എടുത്തു പറയേണ്ടത് മുൻ ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ RTC വോൾവോ 9600 SLX AC സ്ലീപ്പർ ഉൾപ്പെടെ KSRTCയിൽ യാഥാർത്ഥ്യമാക്കി നിൽക്കുമ്പോഴായിരുന്നു ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ്സിൻ്റെ പിറവി. ഗണേഷ് കുമാർ സാറിൻ്റെ മനസ്സിലുദിച്ച ആശയമായിരുന്നു വിദേശ രാജ്യങ്ങളിലെ പോലെ ടോയ്ലറ്റും പാൻട്രിയും ബസ് ഹോസ്റ്റസും ഉള്ളൊരു വേൾഡ് ക്ലാസ് KSRTC ബസ്. വന്ദേ ഭാരതിനെ വെല്ലുന്ന ഇങ്ങനെയൊരു സ്വപ്നയാത്രയ്ക്ക് മുൻകൈ എടുത്ത ശ്രീ KB ഗണേഷ് കുമാറിന് മലയാളികളുടെ നന്ദി. മറക്കാൻ കഴിയാത്ത മറ്റൊരു പേര് ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാലിൻ്റെയാണ്. പതിറ്റാണ്ടുകളായി ആലപ്പുഴ എന്നാൽ KC എന്നാണ്. മന്ത്രിയായും MLA ആയും MP ആയും വേണുഗോപാൽ സാർ ആലപ്പുഴയ്ക്ക് നൽകിയ വികസന പദ്ധതികൾ അനവധിയാണ്.
കൊച്ചിയും ട്രിവാൻഡ്രവും കോഴിക്കോടും പോലെയുള്ള വലിയ നഗരങ്ങൾ ഒരു വശത്തുള്ളപ്പോഴാണ് ശ്രീ KC വേണുഗോപാലിൻ്റെ ഒരൊറ്റ ഫോൺ കോളിൽ KSRTCയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ് വോൾവോ ബസ് ആലപ്പുഴയിൽ ലാൻഡ് ചെയ്തത്. അതാണ് പറയുന്നത്, കഴിവും മാർജവുമുള്ള ഭരണാധികാരികൾ വരുമ്പോൾ നടക്കില്ലെന്ന് കരുതിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ബസ് സർവീസ്. KSRTCയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രീ ഗണേഷ് കുമാറിനും ആലപ്പുഴയുടെ ആഗ്രഹം നിറവേറ്റാൻ ശ്രീ KC വേണുഗോപാലിനും കഴിഞ്ഞു. ഇതിനേക്കാൾ മികച്ച ബസ് സർവീസുകൾ നിരത്തിലിറക്കാൻ പുതിയ ഗതാഗത മന്ത്രി ശ്രീ CP ജോണിന് കഴിയട്ടെ എന്നുകൂടി പ്രത്യാശിക്കുന്നു. ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് സിനിമയും കണ്ട് പുതുപുത്തൻ KSRTC എക്സിക്യൂട്ടീവ് ക്ലാസ് AC ബസ്സിൽ നമുക്ക് നേരെ ആലപ്പുഴ വരെ ഒന്ന് പോയാലോ? ചേട്ടാ പാത്രം ഇങ്ങോട്ടൊന്ന് पब्लिक हॉस्पिटल है, इसके अंदर सेम है, ठीक? बॉक्स केक ചായം കൊടുക്കാൻ സീറ്റിലും കയറ്റിയിട്ടുണ്ട്. അവനെ ആട്ടിക്കളഞ്ഞു. ഇത്ര ചേർക്കണ്ട എവിടെ വലത്തോട്ട് നോക്കി നിന്നാൽ കാണാം ഇടത്ത് വശത്താണ്.
ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പോകാനാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഒരു 15 മിനിറ്റ്സ്. ഞങ്ങൾ താമസിക്കുന്ന അമ്പലത്തിന്റെ തൊട്ട് കിഴക്ക് അമ്പലം ഇതുമായിട്ടൊരു 300 മീറ്റർ.
ക്രോസ് റൂട്ട് ക്രോസ് എടുക്കുക നമ്മൾ ഈ സൈഡിൽ കൂടെ നമ്മളെ വണ്ടി കിടന്നൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രൂ ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും നല്ല സ്മൂത്ത് ഡ്രൈവ് ആയിരുന്നു.
സൂപ്പറായിരുന്നു യാത്രയൊക്കെ. പിന്നെ സീറ്റിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്പം വീതി കുറവ് പോലെ തോന്നി. ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളി, ഇത് പ്രതീക്ഷിച്ചില്ല, അതിലും മനോഹരമായിരുന്നു. അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ പോയതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. നല്ല ബിഹേവിയർ ആയിരുന്നു എല്ലാവരും. നമുക്ക് ഭയങ്കര സപ്പോർട്ടും ആൻഡ് നമ്മളെല്ലാത്തിനും വന്ന് ഇവിടെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് ആൻഡ് കൊള്ളായിരുന്നു. ടോയ്ലറ്റും ഫെസിലിറ്റീസൊക്കെ കൊള്ളാം. ആൻഡ് ഇങ്ങനെ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് അവരെല്ലാം പറഞ്ഞു തരും. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, എല്ലാം പറഞ്ഞൊക്കെ തന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ വണ്ടി എടുത്തുനിന്ന്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരുന്നു കൊള്ളാം, അടിപൊളിയാണ്. എല്ലാവർക്കും വീഡിയോ ഒക്കെ അയച്ചിരുന്നു. കൊള്ളാം എന്തായാലും. യാത്ര നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല സീറ്റ്സ് ആണ്, പിന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. സോ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, ഉറക്കമൊക്കെ നന്നായിട്ട് കിട്ടി. ആ സ്റ്റാഫ് ഇവിടെ കോൾ ബട്ടൺ ഉണ്ട്, കോൾ ബട്ടണിൽ പ്രസ് ചെയ്ത് അപ്പോൾ തന്നെ സ്റ്റാഫ് അറ്റൻഡ് ചെയ്യും. പിന്നെ കുറേ ട്രീറ്റ്സ് തന്നു ബസ്സിൽ കയറിയ സമയത്ത് തന്നെ. സോ ഒരു ഫ്ലൈറ്റിൽ കയറുന്ന എക്സ്പീരിയൻസ്, ഫ്ലൈറ്റിൽ തന്നെ എക്കോണമി ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടി വലിയൊരു അനുഭവമാണ് ഉണ്ടായത്. ആ ടോയ്ലറ്റ് ബയോ ടോയ്ലറ്റാണ്, ഹൈജീനിക്കാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പോയിട്ട് വരാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ യാത്ര ചെയ്യുന്ന യാത്രക്കാർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മളിതുപോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ മറ്റുള്ള യാത്രക്കാർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ഇത് ഈ KSRTC ബിസിനസ് മോഡൽ എന്നുള്ളൊരു ഇൻസെപ്ഷൻ ഐഡിയ കൊണ്ടുവന്നത് ഗണേഷ് സാറാണ്. അപ്പോൾ ഗണേഷ് സാറിനും അതിൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. നല്ലൊരു ഡിസൈനാണ്, പിന്നെ നല്ലൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണ പോലത്തെ തന്നെ ഒരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിനും വളരെ നന്ദി. ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോഴാണ് ആയത്, വളരെ നന്ദി അതിനും. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥന, ഇപ്പോഴുള്ള ട്രാൻസ്പോർട്ട് മന്ത്രിയും പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ നൂതന ഐഡിയകൾ, പുതിയ ഐഡിയകൾ കൊണ്ടുവരണം. കൂടുതൽ യാത്രക്കാരെ അട്രാക്റ്റ് ചെയ്യണം, ഡിഫറെൻറ്റ് ക്ലാസ്സിനെ അട്രാക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ട്രാവൽ എക്സ്പീരിയൻസ് കൊടുക്കണം. എക്കോണമിക് ആയിട്ടുള്ള ഒരു പദ്ധതി ഒരുക്കണം എന്നുള്ളതാണ് ഒരു അപേക്ഷ. ഓൾ ദി ബെസ്റ്റ് KSRTC. सो गए भैया, अच्छा नींद आया और अच्छा भी बस है, आने में मज़ा आया। दोस्त मेरा है, उसको भी बुलाएगा। വൈറ്റിലെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. യാത്രക്കാർ തയ്യാറായിരിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 11 മണിയോടെ നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് AC ബസ് ഹോം ഡിപ്പോ ആയ ആലപ്പുഴയിലേക്ക് എത്തി. രാവിലെ 8 മണിക്കാണ് ബസ് എത്തേണ്ടിയിരുന്നത്. കോയമ്പത്തൂരിലുണ്ടായ ബ്ലോക്കാണ് ബസ് അല്പമൊന്ന് ലേറ്റാകാൻ കാരണം. കൂടാതെ കൊച്ചിയിൽ നല്ല ബ്ലോക്കായിരുന്നു. വോൾവോയുടെ ഏറ്റവും പുതിയ BS6 9600 B8R സെമി സ്ലീപ്പർ ആയതിനാൽ തന്നെ യാത്ര അത്രയും സുഖകരമായിരുന്നു. ഉള്ളിൽ കുലുക്കമറിയില്ല. ബസ്സിലെ ക്രൂ 2 പേരും മികച്ച പ്രൊഫഷണൽസും പാസഞ്ചർ ഫ്രണ്ട്ലിയുമായിരുന്നു.
ബസ്സിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് ലേഡീസിനും പ്രായമായവർക്കും ഏറെ ഉപകാരപ്പെട്ടു. ട്രെയിനിലെയും ഫ്ലൈറ്റിലെയും പോലെ പാൻട്രി സൗകര്യം ഉണ്ടായത് നല്ലൊരു അനുഭവമായി. ഫ്ലെക്സി ടിക്കറ്റിംഗ് ആണ് ബസ്സിലുള്ളത്. തിരക്കനുസരിച്ച് ടിക്കറ്റ് റേറ്റിൽ വ്യത്യാസം വരാം. 1000 രൂപ മുതലൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ടിക്കറ്റ് ലഭിക്കാറുണ്ട്. ഓൺലൈൻ KSRTC Swift.com എന്ന സൈറ്റ് വഴി ഈ ബസ്സിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് വൈകിട്ട് 5:30 പുറപ്പെടുന്ന ഈ AC സെമി സ്ലീപ്പർ വൈറ്റില ഹബ്ബ് കോയമ്പത്തൂർ വഴി അടുത്ത ദിവസം രാവിലെ 5:55 ബാംഗ്ലൂരിലേക്ക് എത്തും. നിലവിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ആലപ്പുഴ ബാംഗ്ലൂർ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ് സർവീസ് നടത്തുന്നത്. പെയർ ബസ് ഇല്ലാത്തതാണ് കാരണം. ഒട്ടും വൈകാതെ പെയർ ബസ് കൂടി അനുവദിച്ച് ഇത് ഡെയിലി സർവീസാക്കി മാറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഫ്ലൈറ്റിനെ വെല്ലുന്ന വേൾഡ് ക്ലാസ് യാത്ര സമ്മാനിച്ച KSRTCയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ്സിനോട് ബൈ പറഞ്ഞുകൊണ്ട് ആലപ്പുഴയുടെ കാഴ്ചകളിലേക്ക് ഞാൻ നടന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു ബസ് യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഓൾ. ആലപ്പുഴ നിൽക്കാനോട് ആലപ്പുഴ എഴുതിയിട്ടുണ്ട്. എലിയാ എല്ലാ ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്.